അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും ആദ്യമായി വളരെയധികം നന്ദി ഇവിടെ എത്തിയതിന്. എനിക്ക് തോന്നുന്നു കുറച്ച് പേരും കൂടി ഇനി വരാനുണ്ട് അല്ലേ? സീറ്റിലേക്ക് ഇരിക്കുക. ആദർശ്, ബോബി. ഇന്ന് ആയിഷ മോളുടെ 11ാമത്തെ ബർത്ത്ഡേ ആണ്. 10ാം തീയതി ആയിരുന്നു, പക്ഷെ നമ്മൾ സെലിബ്രേഷൻ ക്ലബ് ചെയ്തിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാ രീതിയിലും ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു തന്നത് നമ്മുടെ ഫിഫ ഡിപ്പാർട്ട്മെന്റിലെ രാധിക മാഡവും നഹാസുമാണ്. അവർക്ക് ഒരു പ്രത്യേക ഒരു കയ്യടി കൊടുക്കുക. താങ്ക് യു രാധിക, താങ്ക് യു നഹാസ്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അൽഹംദുലില്ലാ. എന്റെ ഉമ്മയുണ്ട്, വാപ്പ മരിച്ചിട്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞു. എന്റെ മൂത്തിത്താത്തയുണ്ട്, നജ്മയുടെ വാപ്പ ഉമ്മയുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ 2010 തുടങ്ങിയതാണ്. കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ല. കഥയൊന്നും പറയുന്നില്ല, പറഞ്ഞെന്നുള്ളൂ. എപ്പോഴും നജുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മോനെ എങ്ങനെയുണ്ട് എന്താന്ന് വാപ്പ എപ്പോഴും ചോദിക്കും. അപ്പൊ വാപ്പാക്ക് എല്ലാരെയും കാണണ്ടേ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും നജുമാടെയും കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കാണാനും. അവരുടെ ഇപ്പൊ ആൻസിയുടെ ആണെങ്കിൽ അപ്പച്ചൻ വന്നിട്ടുണ്ട്, ചിലവരുടെ ഫാമിലി, പിന്നെ ഹസ്ബൻഡ് വൈഫ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എത്താൻ പറ്റിയിട്ടില്ല, എല്ലാവരെയും ക്ഷണിച്ചതാണ്. അപ്പൊ 10 കൊല്ലവും 15 കൊല്ലവും 8 കൊല്ലവും ഒക്കെ വർക്ക് ചെയ്ത കൂടെയുള്ള പിള്ളേരുണ്ട്. അപ്പൊ അത് ഒത്തിരി സന്തോഷം. നമ്മള് പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ പൈസ ഉണ്ടാക്കുന്ന മൂലം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കിടലാണ് നമ്മുടെ വലിയൊരു സന്തോഷം. അപ്പൊ ഇത് എന്റെ ജീവിതത്തിൽ വലിയൊരു നിമിഷമാണ്. കാരണം എന്റെ വാപ്പയില്ല എങ്കിലും വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മൂത്ത അളിയനുണ്ട്, അനീഫ് അളിയൻ. 10-15 വർഷം സൗദിയിലായിരുന്നു. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരവും കൂടിയാണ്. പിന്നെ സാരംഗി ഇരിക്ക്, എല്ലാരും ഇരിക്ക്. ബോബി, ഷാഫി. ഇപ്പൊ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ച് കേക്ക് കട്ടിങ്ങും ഒരു ഗെറ്റ് ടുഗദറും വെഡിങ് ആനിവേഴ്സറിയും ഇപ്പൊ കമ്പനീന്റെ കാര്യങ്ങളെല്ലാം ദൈവം സഹായിച്ച് പടച്ചോന്റെ കൃപ കൊണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു. ഇതെല്ലാം ഇനി നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ കയ്യിലാണ് അത് ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത്. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളും, ട്രാവൽസ് ആണെങ്കിലും ടാക്സേഷൻ ആണെങ്കിലും ലോജിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ്, എല്ലാത്തിന്റെയും ഇൻഷുറൻസ്. കല്യാണത്തിനെ പറ്റി പറഞ്ഞാല് 15 വർഷമായി, പെട്ടെന്ന് പോയി. ഇത് നജുമ പറഞ്ഞു ഈ 15 വർഷം എന്ത് ജൂബിലിയാണെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ ജൂബിലി എന്നൊക്കെ പറയണം. 15 വർഷം പോയി. അപ്പൊ പെട്ടെന്നാണ് സമയം പോകുന്നത്. അപ്പൊ 15 വർഷം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയെന്ന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു, പടച്ചവനോട് നന്ദി പറഞ്ഞു. അൽഹംദുലില്ലാ, താങ്ക് യു. അപ്പൊ പ്രത്യേകിച്ച് നജുമാനോട് തന്നെയാണ് നല്ല നന്ദി പറയാനുള്ളത്. അതുപോലെ നജുവിന്റെ വീട്ടുകാരോടും അത്രയും സപ്പോർട്ടായിരുന്നു. എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് അളിയനും എല്ലാവരും ഉണ്ട്. ഗൾഫില് കൊക്കോകോളയിൽ വർക്ക് ചെയ്തപ്പോ നല്ല ജോലി ഇരിക്കുന്ന ഞാനാ. ഇവിടെ നാത്തൂന്റെ ആങ്ങളെ വന്നിട്ടാണ് നോക്കിയത്. നോക്കുമ്പോൾ നല്ല ജോലി, റിസൈൻ ചെയ്ത് വന്നിട്ട് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നാട്ടിൽ വന്നിട്ട് എനിക്ക് എന്റേതായ രീതിയിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. കല്യാണം കഴിക്കുമ്പോൾ ജോലിയില്ല, വരുമാനമില്ല, വിരുന്നിന് വിളിക്കുമ്പോൾ പോകാൻ പറ്റൂല. അന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റണില്ല, ഇന്നിപ്പോ തിരക്കുള്ളതുകൊണ്ട് പോകാൻ പറ്റണില്ല. എന്തായാലും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു. ഞാൻ നജുമാനെ ഒന്ന് മുൻപോട്ട് വിളിക്കുകയാണ്. ഹലോ, മൈക്കിന് മനസ്സിലായി, ബാക്കി ആർക്കും മനസ്സിലായില്ല. കണ്ടില്ലേ, ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോ മൈക്കിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അത് ചേഞ്ച് ആക്കിയപ്പോ നമ്മള് രണ്ടാമത് ചെയ്തു. അപ്പൊ ആദ്യം നജുമാനോടാണ് എനിക്ക് ഒത്തിരി അധികം എന്താ പറയാ എന്നെ സഹിച്ചതിന്. പിന്നെ നമ്മള് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ എല്ലാരും തുല്യമൊന്നും അല്ല. ചില കാര്യങ്ങളില് നജുമക്കാണ് കൂടുതൽ നോളേജ്. ചിലതിൽ 80% നജുമയും 20% ഞാൻ ഉണ്ടാവുള്ളൂ. ചിലതിൽ ഞാൻ കൂടുതലായിരിക്കും. അപ്പൊ എല്ലാരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഒരു 5 മിനിറ്റ് മിണ്ടാതിരുന്നാ മതി, അപ്പൊ തന്നെ തല്ലുപിടിക്കാനൊന്നും പോകണ്ട കേട്ടാ. ഹലോ, ഇപ്പൊ ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് അധികം നമ്മൾ സംസാരിക്കാൻ മിണ്ടാതിരുന്ന അത് തണുക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. കൂടുതലും സൈലന്റ് ആയിട്ടിരിക്കുക.
ഞങ്ങളത് പഠിച്ചു, ആണുങ്ങളെല്ലാരും പഠിച്ചു. ഇപ്പൊ എന്റെ കൂടെ ഉള്ള എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കല്യാണം കഴിക്കുമ്പോൾ പഠിക്കും. ചിരിക്കുന്നുണ്ട് എല്ലാരും എന്നും പറഞ്ഞ് അൽഹംദുലില്ലാ ഇപ്പൊ ഇവിടെ വരെയൊക്കെ എത്താൻ പറ്റി പടച്ചോന്റെ ഇതുകൊണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം, നമ്മൾ കമ്പനി തുടങ്ങിയിട്ട് നമുക്ക് ഒത്തിരി ഇപ്പൊ ഉള്ള എല്ലാവരും പഴയതുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഷാഫി ഉണ്ട്, ഷാഫി 10 വർഷം മുകളിൽ വർക്ക് ചെയ്തതാണ്. നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ഞാൻ പെട്ടെന്ന് നജ്മാലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, വെൽക്കം, താങ്ക് യു. നജ്മ 2 അസ്സലാമലൈക്കും, ഗുഡ് ഈവനിങ് ആൾ. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ബോസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഇൻട്രൊഡക്ഷൻ അങ്ങനെ ഒന്നും ആവശ്യമില്ല. എങ്കിലും നമ്മുടെ കൂടെ ഇത്രയും വർഷമായിട്ട് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന എല്ലാവർക്കും, എസ്പെഷ്യലി ടാക്സ് പോയിന്റ് ടീമും, അവരാണ് നമ്മുടെ ആദ്യം മുതലേ ഉള്ളത്. ടാക്സ് പോയിന്റിന്റെ ആൾക്കാരാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ തുടങ്ങിയതാണ് ഫിഫ, പിന്നെ ലാസ്റ്റ് വന്നതാണ് CJM. അതിലൊക്കെ വന്നിരിക്കുന്നവരെല്ലാവരും ഇപ്പോഴും ഇവിടുന്ന് പോയവരാണെങ്കിൽ തന്നെയും അവര് നമ്മളായിട്ട് കോണ്ടാക്ട് വെക്കുകയും നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, അശ്വതിയുടെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നായിരിക്കാം, പുള്ളിക്കാരൻ, പിന്നെ ആൻസിയുടെ അപ്പച്ചൻ, നഹാസിന്റെ വൈഫ്, ഫാമിലി, എല്ലാവർക്കും. എനിക്കൊന്നും കണ്ണന്റെ ഫാമിലി എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടോ എന്താണ് അപ്പൊ ഇത്രയും വയസ്സായാലും കുഞ്ഞു അവനെ പോലെ കൊണ്ടിടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ആഷ്മി പ്ലീസ് കം. കണ്ണൻ എത്തിയില്ലേ? കണ്ണൻ